നമസ്കാരം. ഞാൻ ജലീൽ കണ്ണമംഗലം 24 ന്യൂസ് സൗദി. ഇന്ന് മെയ് 11, 2021. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്ക് വരുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാക്കുകയാണ്. അതായത് സ്വന്തം ചെലവിൽ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാക്കുകയാണ്. ഈ മാസം 2021 മെയ് 20 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഏതായാലും വിമാനം ഇറങ്ങി നേരിട്ട് ഇതുവരെ ചെയ്തതുപോലെ റൂമിലേക്ക് ഇനി പോകാൻ സാധിക്കില്ല. ഹോട്ടലിൽ 7 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷം മാത്രമേ റൂമിലേക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. വിമാനമാർഗവും കപ്പൽ മാർഗവും റോഡ് മാർഗവും ഒക്കെ വിദേശത്ത് നിന്ന് സൗദിയിലെത്തുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. എന്നാൽ ചില വിഭാഗങ്ങൾക്ക് ഇതിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അതായത് ചില ആളുകൾക്ക്, ചില കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമില്ല. ഈ ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമില്ലാത്തവർ ആരെല്ലാമാണ് എന്ന് പരിശോധിക്കാം. സൗദി ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞത് പ്രകാരം വാക്സിൻ എടുത്തവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വേണ്ട. വാക്സിൻ എടുത്ത്, അത് വിദേശത്ത് നിന്നായാലും വാക്സിൻ എടുത്ത് പൂർത്തിയായ ആളുകൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വേണ്ട. വാക്സിന്റെ 2ാമത്തെ ഡോസ് സ്വീകരിച്ച് 14 ദിവസം കഴിഞ്ഞ ആളുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. 2 ഡോസ് വാക്സിൻ ആണെങ്കിൽ അതിന്റെ 2ാമത്തെ ഡോസും സ്വീകരിച്ച് 14 ദിവസം കഴിഞ്ഞവർക്ക് ഈ ആനുകൂല്യം കിട്ടും. ഇനി ഒരു ഡോസ് മാത്രമുള്ള വാക്സിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോസ് സ്വീകരിച്ച് 14 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഹോട്ടൽ ക്വാറന്റൈൻ ഒഴിവാക്കി കിട്ടുക. 2 ഡോസുള്ള വാക്സിന്റെ ഒരു ഡോസ് എടുത്ത ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കില്ല എന്നർത്ഥം. അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും. 4 വാക്സിനുകളാണ് സൗദിയിൽ സ്വീകരിക്കുക എന്ന് സൗദി സിവിൽ ഏവിയേഷന്റെ സർക്കുലറിൽ പറയുന്നുണ്ട്. ഒന്ന് ഫൈസർ വാക്സിൻ. ഫൈസർ വാക്സിന്റെ 2 ഡോസ് സ്വീകരിച്ചവർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. 2 ഓക്സ്ഫോർഡ് ആസ്ട്രാസെനിക്ക വാക്സിൻ, സൗദിയിൽ കൂടുതൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആസ്ട്രാസെനിക്ക വാക്സിന്റെ 2 ഡോസ് സ്വീകരിച്ചാലും ഇതിന്റെ പ്രയോജനം ലഭിക്കും. അതായത് ഇന്ത്യയിലെ കോവിഷീൽഡ്. 3 മൊഡേണ വാക്സിന്റെ 2 ഡോസ് സ്വീകരിച്ചാലും ഈ ആനുകൂല്യം ലഭിക്കും. 4ാമത് സ്വീകരിക്കപ്പെടുന്ന വാക്സിൻ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഒറ്റ ഡോസേ ഉള്ളൂ. ആ ഒരു ഡോസ് സ്വീകരിച്ചവരെ അവർക്ക് ആ ഒരു ഡോസ് സ്വീകരിച്ച് 14 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആവശ്യമില്ല. ഈ വാക്സിൻ എടുത്തവർ അത് തെളിയിക്കുന്നതിന് വേണ്ടി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. നേരത്തെ നാട്ടിൽ നിന്ന് വാക്സിൻ എടുത്ത ആളുകൾ ആ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതേണ്ടത് ഉണ്ട്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കൃത്യമാണ് എന്ന് നോക്കി ഉറപ്പുവരുത്താൻ അതിന്റെ ഉത്തരവാദിത്തം വിമാന കമ്പനികൾക്കാണ്. അങ്ങനെ ഉറപ്പുവരുത്തണമെന്ന് വിമാന കമ്പനികൾക്ക് സിവിൽ ഏവിയേഷൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി വാക്സിൻ എടുത്തവർക്ക് പുറമെ ഇളവ് ലഭിക്കുന്ന ആളുകൾ, ഒന്ന് സൗദി പൗരന്മാരുടെ വിദേശികളായ ഭാര്യമാര്, ഭർത്താക്കന്മാര്, അവരുടെ കുട്ടികള്, അവരെ യാത്രയിൽ അനുഗമിക്കുന്ന വീട്ടുവേലക്കാർ, ഗാർഹിക തൊഴിലാളികൾ, അതോടൊപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നും സൗദിയുടെ ക്ഷണപ്രകാരം എത്തുന്ന അതിഥികൾ, സൗദിയുടെ ഗസ്റ്റുകൾ, പിന്നെ നയതന്ത്ര പ്രതിനിധികൾ, അവരുടെ കുടുംബങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, വിമാന ജീവനക്കാർ, കപ്പൽ ജീവനക്കാർ. ഇനി കരമാർഗമാണ് സൗദിയിലേക്ക് വരുന്നത് എങ്കിൽ കരമാർഗം സൗദിയിലേക്ക് വരുന്ന ട്രക്കുകളിലെ ഡ്രൈവർമാര്, അവരെ അനുഗമിക്കുന്ന അവരുടെ സഹായികൾ, ഇവർക്കൊന്നും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യം ഇല്ല. ഈ ഇളവ് ലഭിക്കുന്നവര് വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ, ഇപ്പൊ ഈ മേൽ പറഞ്ഞ ഇളവ് ലഭിക്കുന്ന ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമില്ലാത്ത ആളുകൾ നേരത്തെ വാക്സിൻ എടുത്തിട്ടില്ല എങ്കിൽ അവര് സൗദിയിലെത്തി 7 ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും. 7 ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിയണം. 6ാമത്തെ ദിവസം
PCR പരിശോധന നടത്തി കോവിഡ് നെഗറ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തണം. അത് നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ സൗദിയിൽ എത്തിയ അന്നു മുതൽ 7 ദിവസമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയേണ്ടത്. സൗദിയിലെത്തിയ അന്നു മുതൽ 7 ദിവസം. അതിൽ ആദ്യത്തെ ദിവസം PCR പരിശോധന നടത്തണം. അതോടൊപ്പം ക്വാറന്റൈൻ അവസാനിക്കുമ്പോഴും പരിശോധന നടത്തും. അതായത് ക്വാറന്റൈൻ 7ാമത്തെ ദിവസം പരിശോധന നടത്തി നെഗറ്റീവ് ആണെങ്കിൽ 8ാമത്തെ ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പൂർത്തിയാക്കി അവർക്ക് റൂമിലേക്ക് പോകാൻ പുറത്തിറങ്ങാം. ഇനി പരിശോധനയിൽ പോസിറ്റീവ് ആയാൽ 10 മുതൽ 14 ദിവസം വരെ ക്വാറന്റൈനിൽ ഐസൊലേഷനിൽ കഴിയേണ്ടി വരും. ഇത്തരം ആളുകൾക്ക് ഈ കോവിഡ് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അവരെ ആശുപത്രികളിലേക്ക് മാറ്റും. എന്നാൽ 8 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഈ PCR പരിശോധന കോവിഡ് പോസിറ്റീവോ നെഗറ്റീവോ എന്നറിയാനുള്ള PCR ടെസ്റ്റ് ആവശ്യമില്ല. അതോടൊപ്പം മറ്റൊരു കാര്യം, എവിടെയാണോ നാം വിമാനം ഇറങ്ങുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നാം ഏത് അതിർത്തിയാണോ കടക്കുന്നത് ആ നഗരത്തിൽ തന്നെ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും. ഇപ്പൊ ദമാമു വഴിയാണ് ഒരാൾ സൗദിയിലേക്ക് വരുന്നത്, ബഹ്റൈനിൽ നിന്ന് ദമാമു വഴിയാണ് സൗദിയിലേക്ക് വരുന്നത് എങ്കിൽ, ജിദ്ദയിലാണ് അയാളെ താമസം എങ്കിൽ പോലും ദമാമിൽ 7 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജിദ്ദയിലേക്ക് അല്ലെങ്കിൽ റിയാദിലേക്കൊക്കെ പോകാൻ പറ്റുകയുള്ളൂ എന്നർത്ഥം. വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ക്വാറന്റൈനിലുള്ള ഹോട്ടൽ ബുക്കിംഗ് നടത്തണം എന്നാണ് നിർദ്ദേശം. ഇത് എയർലൈൻ കമ്പനികളാണ്, വിമാന കമ്പനികളാണ് ചെയ്യേണ്ടത്. വിമാന കമ്പനിയാണ് ഹോട്ടൽ തീരുമാനിക്കുന്നതും ബുക്ക് ചെയ്യുന്നതും. ടിക്കറ്റിന് പണം നൽകുമ്പോൾ ഹോട്ടൽ താമസത്തിനുള്ള പണവും നൽകേണ്ടി വരും വിമാന കമ്പനിക്ക്. ഹോട്ടൽ ചെലവ് മാത്രമല്ല, സൗദിയിൽ എത്തിയതിന് ശേഷം ക്വാറന്റൈനിൽ കഴിയുമ്പോൾ നടത്തുന്ന 2 PCR പരിശോധനയ്ക്കുള്ള ചെലവും എയർലൈൻ കമ്പനിക്കാണ് നൽകേണ്ടത്. എയർലൈൻ കമ്പനിക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. അപ്പോൾ PCR പരിശോധന നടത്തേണ്ട മെഡിക്കൽ സെന്ററുകളുമായി കരാറിൽ എത്തേണ്ടത് ഈ വിമാന കമ്പനിയാണ്. അപ്പോൾ വിമാന ടിക്കറ്റ്, ഹോട്ടൽ ചെലവ്, ക്വാറന്റൈനിൽ കഴിയുമ്പോഴുള്ള 2 PCR പരിശോധന, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പാക്കേജ് നിരക്കാണ് വിമാന കമ്പനികൾ ഇനി മുതൽ ഈടാക്കുക. അതോടൊപ്പം വേണമെങ്കിൽ വിമാനത്താവളത്തിൽ നിന്ന് ക്വാറന്റൈൻ സെന്ററിലേക്കുള്ള യാത്രയും ഈ വിമാന കമ്പനി വഴി ആകാം. അതിനുള്ള പണം കൂടി അടയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ സ്വന്തം വാഹനത്തിലും എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക്, എവിടെയാണോ ക്വാറന്റൈനിൽ കഴിയുന്നത്, അതായത് വിമാന കമ്പനി പറയുന്ന ഹോട്ടൽ, അവർക്ക് സ്വന്തം ചെലവിൽ വിമാനത്താവളത്തിൽ നിന്ന് മാറാനും സാധിക്കും. സൗദി ടൂറിസം മന്ത്രാലയത്തിന്റെ ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിലാണ്, താമസ കേന്ദ്രങ്ങളിലാണ് ക്വാറന്റൈനിൽ കഴിയേണ്ടത്. ടൂറിസ്റ്റ് അക്കോമഡേഷൻ, ഹോട്ടൽ, ടൂറിസ്റ്റ് ഹോം, അപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ക്വാറന്റൈനിൽ കഴിയേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവരുമായി കരാറിൽ ഏർപ്പെടുന്നത് വിമാന കമ്പനിയായിരിക്കും. സൗദിയിൽ ഇറങ്ങിയാൽ ഈ വിമാന കമ്പനി ഹോട്ടലിന് വിവരം അറിയിക്കും. സൗദിയിൽ യാത്രക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ യാത്രക്കാർ ഇറങ്ങിയിട്ടുണ്ട്, ഹോട്ടലിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം വിമാന കമ്പനി ഏത് ഹോട്ടലാണോ ബുക്ക് ചെയ്തിരിക്കുന്നത് ആ ഹോട്ടലിനെ വിവരം അറിയിക്കണം. അതായത് ബുക്ക് ചെയ്ത യാത്രക്കാർ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് വിമാന കമ്പനി ഹോട്ടലിനെ അറിയിക്കും. സൗദിയിൽ ഇറങ്ങി 4 മണിക്കൂറിനകം ഈ യാത്രക്കാരൻ ഹോട്ടലിൽ എത്തിയില്ലെങ്കിൽ ആ യാത്രക്കാരനെതിരെ പരാതി നൽകാൻ ഹോട്ടൽ അധികൃതർക്ക് സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നടപടി ഉണ്ടാവും. അതായത് വിമാനം ഇറങ്ങി 4 മണിക്കൂറിനകം നമ്മൾ ഹോട്ടലിൽ എത്തണം. എത്തിയില്ലെങ്കിൽ
ശിക്ഷാ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നർത്ഥം. തരികിട നടക്കൂല. ഹോട്ടലിൽ എത്തി 24 മണിക്കൂറിനകം, ഹോട്ടലിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ഹോട്ടലിൽ നാം എത്തി 24 മണിക്കൂറിനകം തവക്കൽന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം യാത്രക്കാർ. അതോടൊപ്പം തന്നെ മറ്റൊരു നിർദ്ദേശമുള്ളത്, ഹോട്ടലിൽ വെവ്വേറെ താമസ സൗകര്യമാണ് ഓരോ യാത്രക്കാരനും നൽകേണ്ടത്. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു മുറിയിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ തൊട്ടടുത്ത കുടുംബത്തിൽപ്പെട്ടവർക്ക്, വളരെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കുന്നതിന് വിരോധമില്ല. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർ, പ്രായം ചെന്നവർ, ഇവർക്കൊക്കെ ഒരാളെ കൂടെ കൂട്ടി താമസിക്കുന്നതിനും വിരോധമില്ല, അതിന് അനുവാദമുണ്ട്. ക്വാറന്റൈൻ നിയമം ലംഘിച്ചാൽ ശക്തമായ നടപടിയാണ് സൗദി സ്വീകരിക്കുന്നത്. വരെ പിഴയും 2 വർഷം വരെ തടവും ശിക്ഷ ലഭിക്കും എന്നാണ് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഇനി നിയമം ലംഘിക്കുന്നത് വിദേശിയാണെങ്കിൽ അവരെ നാട് കടത്തുകയും ചെയ്യും. പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് അവർക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഈ ക്വാറന്റൈൻ നിയമം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും യാത്രക്കാർ സൗദിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് PCR പരിശോധന ഇതുവരെ നടത്തിയതുപോലെ ഇപ്പോഴും നടത്തണം. 20-ാം തീയതിക്ക് ശേഷവും നടത്തണം. കോവിഡ് നെഗറ്റീവ് ആണെന്ന് ബോധ്യപ്പെടണം. യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുമ്പാണ് ഈ PCR പരിശോധന നടത്തേണ്ടത്. 8 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഈ വിഷയത്തിൽ ഇളവുള്ളത്. 8 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ടെസ്റ്റ് ആവശ്യമില്ല. വാക്സിൻ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കോവിഡ് PCR പരിശോധന നടത്തി നെഗറ്റീവ് ആണെന്ന് തെളിയിക്കുകയും ആ സർട്ടിഫിക്കറ്റ് കൈവശം വെക്കുകയും വേണം. ഇപ്പോഴും സൗദിയിലേക്ക് വരുന്ന സ്വദേശികളും ഇഖാമ ഉള്ളവരും അല്ലാത്ത എല്ലാവരും കോവിഡ് ചികിത്സക്കുള്ള ഇൻഷുറൻസ് പോളിസി എടുക്കണം എന്ന നിർദ്ദേശമുണ്ട്. അതായത് സന്ദർശക വിസയിൽ, വിസിറ്റ് വിസയിൽ, ഉംറ വിസയിലൊക്കെ സൗദിയിലേക്ക് വരുന്ന ആളുകൾ സൗദിയിൽ കോവിഡ് ചികിത്സ ഉറപ്പുവരുത്തുന്ന ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടതുണ്ട്. കോവിഡ് ചികിത്സ, ക്വാറന്റൈൻ തുടങ്ങിയവയൊക്കെ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസി സൗദിയിൽ ഇപ്പോൾ ലഭ്യമാണ്. ഈ നിർദ്ദേശങ്ങൾ ലംഘിച്ച് സൗദിയിൽ എത്തിയാൽ അവരെ വിമാന കമ്പനിയുടെ ചെലവിൽ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കും. അതായത് ഇതിന്റെയൊക്കെ മൊത്തം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വിമാന കമ്പനികൾക്കാണ് എന്നർത്ഥം. ഈ PCR പരിശോധന നടത്താതെ ഇങ്ങനെ മേൽപ്പറഞ്ഞ ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ സൗദിയിലേക്ക് വരുന്നത് എങ്കിൽ വിമാന കമ്പനി പെടും. വിമാന കമ്പനിയുടെ ചെലവിൽ തന്നെ ഈ എത്തിയ യാത്രക്കാരനെ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് സൗദി സിവിൽ ഏവിയേഷൻ അറിയിച്ചിരിക്കുന്നത്. പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നത്, ബഹ്റൈൻ വഴി വന്നാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ വേണോ എന്നൊക്കെയാണ്. വേണം. എവിടുന്ന് വന്നാലും, നേപ്പാൾ ആവട്ടെ, ബഹ്റൈൻ ആവട്ടെ, മാലദ്വീപ് ആവട്ടെ, എവിടുന്ന് ഏത് വഴി വന്നാലും നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെടാത്തവർ ഈ ഹോട്ടലിൽ കഴിയേണ്ടി വരും, ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൗദിയിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ചെലവ് അല്പം കൂടും. ബഹ്റൈനോ നേപ്പാളോ മാലദ്വീപോ അതുപോലെ മറ്റേതെങ്കിലും രാജ്യത്ത് 2 ആഴ്ച ക്വാറന്റൈനിൽ കഴിയണം, അതിനുള്ള ചെലവ് വേണം. സൗദിയിൽ 1 ആഴ്ച ക്വാറന്റൈനിൽ കഴിയണം. അതോടൊപ്പം തന്നെ പല തവണ PCR പരിശോധന, ടെസ്റ്റ് നടത്തണം. ഇന്ത്യയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് നടത്തണം, 72 മണിക്കൂർ മുമ്പ്. നീ ഇടത്താവളമാക്കുന്ന രാജ്യങ്ങളിൽ പല രീതിയിലാണ് PCR പരിശോധന നിയമം. ചില രാജ്യങ്ങളിലൊക്കെ അവിടെ എത്തിയ ഉടനെ ഒരു PCR പരിശോധന നടത്തണം. ക്വാറന്റൈൻ കഴിയുന്ന 7ാമത്തെ ദിവസം PCR പരിശോധന നടത്തണം. പിന്നെ സൗദിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് PCR പരിശോധന നടത്തണം. അതായത് ഇടത്താവളമാക്കുന്ന രാജ്യത്ത് 3 തവണ PCR പരിശോധന നടത്തണം. അപ്പൊ 4 ആയി. നാട്ടിൽ നിന്നൊന്നും ഇടത്താവളമാക്കുന്ന രാജ്യത്ത് 3 തവണയും.
പിന്നെ സൗദിയിലെത്തി ആദ്യ ദിവസം തന്നെ ഒരു PCR പരിശോധന ഈ ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകൾക്ക്. പിന്നെ 7-ാം ദിവസം വീണ്ടും സൗദിയിൽ വെച്ച് PCR പരിശോധന. അതായത് ചുരുങ്ങിയത് 6 തവണ ഒരു യാത്രക്കാരൻ PCR ടെസ്റ്റ് നടത്തേണ്ടി വരും ഒരു യാത്രയിൽ. ഇതിനുള്ള ചെലവ് കൂടാതെ വിമാന ടിക്കറ്റ് നിരക്ക്, ഇന്ത്യയിൽ നിന്ന് ഇടത്താവളമാക്കുന്ന രാജ്യം ഏതാണ് അങ്ങോട്ടുള്ള വിമാന ടിക്കറ്റ് നിരക്ക്, അവിടെ നിന്ന് സൗദിയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക്, ഇങ്ങനെ വലിയൊരു ചെലവാണ് സൗദി യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി കാത്തിരിക്കുന്നത്. മെയ് 17 രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയാണ് അടുത്ത ആഴ്ച. ഈ സമയത്ത് ഇന്ത്യയിലേക്ക് വിമാന സർവീസ് ഉണ്ടാകുമോ എന്ന ചോദ്യം നിരന്തരം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ച് ഇതുവരെ ഔദ്യോഗികമായ വിവരങ്ങളൊന്നും അറിയിപ്പൊന്നും വന്നിട്ടില്ല. എന്നാൽ ഒരു കാര്യം പറയാം, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് പെട്ടെന്ന് പുനരാരംഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൗദിയിലെ ഒരു അറബ് പത്രത്തിൽ കണ്ടത് ഇന്ത്യൻ വൈറസ് വ്യാപിച്ച രാജ്യങ്ങളുടെ ലിസ്റ്റ്, അറബ് രാജ്യങ്ങൾ, മൊറോക്കോ, ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ്, 5 രാജ്യങ്ങളുടെ ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ആ രാജ്യത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇത് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ പിന്നെ ഇന്ത്യയിലേക്ക് യാത്ര വളരെ പെട്ടെന്ന് ഡയറക്റ്റ് സർവീസ് തുടങ്ങാനുള്ള സാധ്യത കുറവാണ്. ഇത്രയുമാണ് ഇന്ന് പറയാനുള്ളത്. നമസ്കാരം.